Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫിസിക്സ് +1 ഫിസിക്സ് 9th ചാപ്റ്റർ ആയ ബിഹേവിയർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറി ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള പാർട്ട് 3 വീഡിയോസ് ആണ്. ഓക്കെ, അപ്പോൾ പാർട്ട് 3ൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ RMS സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസസ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമുക്ക് വരുന്നത്. തിയറി അല്ലെങ്കിൽ ഡെറിവേഷൻസ് ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓരോ ടോപ്പിക്കായിട്ട് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് RMS സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഓക്കെ, RMS എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെ. RMS സ്പീഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ, RMS റൂട്ട് മീൻ സ്ക്വയർ, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കൈനമാറ്റിക് അല്ലെങ്കിൽ കൈനറ്റിക് മോളിക്യുലർ തിയറി അനുസരിച്ച് ഗ്യാസ് ആറ്റംസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആർബിട്രറി മൂവ്മെന്റിലേക്ക് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു മൂവ്മെന്റിലായിരിക്കും ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ അതിലുണ്ടാകുന്ന അതായത് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്, ഗ്യാസ് ആറ്റംസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിലായിരിക്കും. ഓക്കെ, അതിലുള്ള ഓരോ ആറ്റംസും എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് വെലോസിറ്റിയിലായിരിക്കും. ഓക്കെ, സെയിം വെലോസിറ്റിയിലായിരിക്കില്ല മൂവ്മെന്റ്സ്. പല ആറ്റത്തിനും പല രീതിയിലുള്ള വെലോസിറ്റീസ് ആയിരിക്കും. അവരെങ്ങനെയായിരിക്കും? റാൻഡം ആയിട്ടായിരിക്കും മൂവ്മെന്റ് നടക്കുന്നത്. അതേപോലെ തന്നെ അവർ കൊളൈഡ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലെ, ഓരോരോ ആറ്റങ്ങൾ തമ്മിൽ. കാരണം റാൻഡം മൂവ്മെന്റ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമല്ല നമുക്ക് മൂവ്മെന്റ്സ് വരുന്നത്, അതൊരു പല ഡയറക്ഷനിലായതുകൊണ്ട് കൊളീഷൻ നമുക്ക് അവിടെ കൂടാൻ ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു കൊളീഷൻ അല്ലെങ്കിൽ കൊളൈഡിങ് ആവുകയും അവിടെ ഉണ്ടാവുന്ന ആറ്റംസിന്റെ ഡയറക്ഷൻ ഒരു കൊളീഷന് ശേഷം ചിലപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആയി പോകാനും ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊരു ഗ്യാസ് മോളിക്യൂളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്യാസ് ആറ്റത്തിന്റെ മൂവ്മെന്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഗ്യാസിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ വെലോസിറ്റി എന്നുള്ള രീതിയിൽ ഒരു ടേം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സ്പീഡും ഡയറക്ഷനും കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിന്റെ വെലോസിറ്റി എന്താണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഒരു ഗ്യാസ് ആറ്റത്തിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ അതിന്റെ ഒരു വെലോസിറ്റി അതായത് സ്പീഡും ഡയറക്ഷനും കൺസിഡർ ചെയ്തിട്ട് അതിന്റെ വെലോസിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഗ്യാസ് ആറ്റത്തിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വേരിയിങ് ആണ് അല്ലെ, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പൊ എന്താണ്? നമുക്ക് രണ്ട് ആറ്റംസ് ഇപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ കൊളൈഡ് ആവുകയും അതിന്റെ ഡയറക്ഷൻ മാറുകയും ചെയ്യും അല്ലെ. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ചിങ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ അതായത് ആ ഒരു ഇതിലുണ്ടാവുന്ന വെലോസിറ്റികളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ആകുന്നില്ല. ഓക്കെ, അപ്പോൾ ആറ്റം മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിന്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് സൈനുകളായിരിക്കും. അപ്പൊ രണ്ട് ആറ്റം കൺസിഡർ ചെയ്തിരിക്കുന്നത് അതിന്റെ വെലോസിറ്റീസ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവയുടെ വെലോസിറ്റി നമുക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? അല്ലെങ്കിൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഷുഡ് their velocities are in also in opposite direction ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ ആറ്റംസ് അതായത് ഒരു ഗ്യാസിൽ ഉണ്ടാകുന്ന ആറ്റംസ് നമ്മൾ പറഞ്ഞു അത് റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ സെയിം നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഡയറക്ഷനിൽ ഉണ്ടാകും, അതേപോലെ തന്നെ വേറൊരു ഡയറക്ഷനിലേക്ക് വേറെ കുറച്ച് നമ്പേഴ്സ് ഓഫ് ആറ്റംസ് ആയിരിക്കും അല്ലെ. സോ ടോട്ടൽ ആവറേജ് വെലോസിറ്റി ഓഫ് ദ ഗ്യാസ് അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ ആ ഒരു ഗ്യാസിൽ ഉണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ആറ്റത്തിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഒരെണ്ണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പറയുന്നത്. അപ്പൊ ഈക്വൽ നമ്പർ ആയിരിക്കാൻ വേണമെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈൻസ് എന്ന് പറയുന്നത് ഈ ക്യാൻസൽ ടു ഈച്ച് അതർ ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു മീനിങ്ലെസ് വാല്യൂ ആണ്. അതായത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു എസെൻഷ്യൽ സിസ്റ്റം ആയിട്ട് നമുക്ക് ആ ഒരു എസെൻഷ്യൽ സിസ്റ്റത്തിന് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആവറേജ് വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്യാസ് ആറ്റത്തിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്യാസ് ആറ്റത്തിൽ വരുന്ന ടോട്ടൽ അല്ലെങ്കിൽ ഒരു ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതായിരിക്കും നമുക്ക് 0 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഡയറക്ഷണൽ കോമ്പണന്റ് ആ ഒരു വെലോസിറ്റിയുടെ ഒരു ഡയറക്ഷണൽ കോമ്പണന്റിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ആ ഒരു വെലോസിറ്റികളെ തമ്മിൽ സ്ക്വയർ ചെയ്തിട്ടും അതിന്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ആ ഒരു ഡയറക്ഷണൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ടാവുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ആ ഒരു ഡയറക്ഷണൽ കോമ്പണന്റിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാസ് ആറ്റത്തിൽ അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂളിൽ വരുന്ന ടോട്ടൽ ആവറേജ് വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ വെലോസിറ്റികളെ സ്ക്വയർ ചെയ്ത് അതിന്റെ റൂട്ട് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ,
അപ്പൊ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്, ഈ ഒരു ആറ്റത്തിന്റെ ഡയറക്ഷൻ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിരിക്കുക, അതിന്റെ ഒരു ആവറേജ് സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അതൊരു നമുക്കൊരു വെലോസിറ്റിയുടെ ഒരു മെഷർ തരും അല്ലെ. വെലോസിറ്റി വിച്ച് പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് ദ വെലോസിറ്റി. ഓക്കെ, ആ ഒരു ഗ്യാസിൽ ഉണ്ടാകുന്ന ആറ്റങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഉണ്ടാകുന്ന ആ ഒരു ആവറേജ് അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റിയുടെ മെഷർ ആണ് നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ തരുന്നത്. ഓക്കെ, വെലോസിറ്റിയുടെ RMS വാല്യൂ അല്ലെങ്കിൽ RMS വെലോസിറ്റി എന്താണ് നമുക്ക് തരുന്നത്, ഒരു ഗ്യാസിലുള്ള ആറ്റത്തിന്റെ ആ ഒരു മൂവ്മെന്റിന്റെ ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ മെഷർ ഓഫ് വെലോസിറ്റി ആണ് ഈ ഒരു റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി നൽകുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ the result obtained by squaring rooting of average of all the velocities of an atom in a gas after squaring the velocities. ഓക്കെ, ആ ഒരു ഡയറക്ഷണൽ ആസ്പെക്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ വെലോസിറ്റിനെ സ്ക്വയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെലോസിറ്റികളെ സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ ആവറേജ് വെലോസിറ്റിയുടെ സ്ക്വയറിംഗ് റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. VRMS is equal to square root of 3RT by m. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു VRMS ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വാല്യൂ ആണ് അല്ലെ. സോ VRMS എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ മോളാർ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് T is the temperature of the temperature in Kelvin of the gas and m is the gases molar mass in kilograms per mole. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ഒരു ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിക്കണം, നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ VRMS is equal to square root of 3RT divided by m. അപ്പൊ ഒരു മോളിക്കുലർ വെയിറ്റും അതുപോലെ ടെമ്പറേച്ചറും നമ്മൾ ഈ ഒരു RMS വാല്യൂസ് നമുക്ക് കൺസിഡർ ചെയ്യണം അല്ലെ. നമ്മൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ രണ്ട് മോളിക്കുലർ വെയിറ്റും ടെമ്പറേച്ചറും RMS വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു കൺസിഡറേഷൻ കൊടുക്കേണ്ടതാണ്. ഈ രണ്ട് ഫാക്ടേഴ്സും ഈ ഒരു RMS വെലോസിറ്റിനെ ഡ്രാസ്റ്റിക്കലായിരിക്കും വളരെ ഇതായിട്ട് എഫക്ട് ചെയ്യും. കാരണം എന്താന്ന് പറഞ്ഞാൽ മോളിക്കുലർ വെലോസിറ്റി ആണ് അതിന്റെ എത്രത്തോളം ആ ഒരു പാർട്ടിക്കിൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് മോളിക്കുലർ വെയിറ്റ് കുറവാണെങ്കിൽ എന്തായിരിക്കും, മോളിക്യൂൾ കൂടുതലായിട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അതേസമയം മോളിക്കുലർ വെയിറ്റ് കൂടുതലാണെങ്കിലോ മൂവ്മെന്റ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആകും. അതേപോലെ തന്നെ ആ ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം എനർജി നമുക്ക് അതിൽ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു പാർട്ടിക്കിളിന് എത്രത്തോളം എനർജി ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു എനർജി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ ആണ് അതിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് RMS വെലോസിറ്റി അല്ലെങ്കിൽ VRMSലെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ മോളിക്കുലർ വെയിറ്റും ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണെന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ദ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ നോർമൽ ഓഫ് ദ ഫോർകോട്ട് ഓഫ് ദ കാസ്റ്റ്. അതായത് അത് നമുക്കൊരു യൂണിറ്റ്സ് ഓഫ് വെലോസിറ്റി ആണ്. അതായത് നമുക്ക് ഈ പറയുന്ന റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിക്ക് അതിന്റെ വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നോർമൽ ദാറ്റ് ഈസ് ഫോർ എ ടിപ്പിക്കൽ ഗ്യാസ് സാമ്പിൾ നെറ്റ് ഹാസ്റ്റ് ഈസ് 0 ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എല്ലാ ഡയറക്ഷൻസിലും പാസസ് വരും. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ വെലോസിറ്റിയുടെ യൂണിറ്റ് തന്നെയാണ് ഈ പറയുന്ന റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വരുന്ന കുറച്ച് കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പറയാം, എല്ലാ ഗ്യാസസും ആർബിട്രറി സ്പീഡിലും ഒരു ഡയറക്ഷനിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ആവറേജ് വെലോസിറ്റി ഓഫ് ദ ഗ്യാസ് ആറ്റംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താണ്, ഡയറക്ഷൻസ് ഒക്കെ ഇൻവേഴ്സിലായിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതിന്റെ ഒരു റൂട്ട് ഓഫ് ദ സ്ക്വയർ വാല്യൂ ഓഫ് ദ ആവറേജ് വെലോസിറ്റി എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവറേജ് സ്പീഡ് ഓഫ് ദ ഗ്യാസ് ആറ്റംസ് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ മോളിക്കുലർ വെയിറ്റും ടെമ്പറേച്ചറും നമുക്ക് കൺസിഡർ ചെയ്യണം അല്ലെ. ഇതെന്ന് പറയുന്നതാണ് ആ ഒരു മെറ്റീരിയലിന്റെ കൈനറ്റിക് എനർജി നമുക്ക് ഡയറക്ട്ലി എഫക്ട് ആക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് മോളിക്കുലർ വെയിറ്റും ടെമ്പറേച്ചറും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് RMS വെലോസിറ്റി അല്ലെങ്കിൽ RMS സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താണ് നമുക്ക് ഈ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കാം. ഓക്കെ, അതെന്താണ്, ജസ്റ്റ് ആ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ 3D സ്പേസിൽ മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതാണ് നമുക്ക് ഈ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂള് ഒരു 3 ഡയറക്ഷണൽ സ്പേസിൽ എങ്ങനെ മൂവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അത് ആ ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂളിന്റെ പൊസിഷനോ ഐഡന്റിഫൈ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ
സ്പെസിഫിക് ഹീറ്റ് തെർമോഡൈനാമിക്സിലുള്ള സ്പെസിഫിക് ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഈ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്സ് ഓഫ് എനർജീസ് അല്ലെങ്കിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമുക്ക് ഗാഷ്യസ് ആറ്റത്തിൽ വരുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, അതായത് ആ ഒരു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മൂവ്മെന്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കാം, എക്സ് ഡയറക്ഷനിലാകാം, അല്ലെങ്കിൽ വൈ ആക്സിസിലാകാം, ഇസഡ് ആക്സിസിലാകാം. സോ നമുക്ക് മാക്സിമം 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമുക്ക് പോസിബിൾ ആകുന്നത്. ഓക്കെ, ഒരു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂളിന്റെ ആ ഒരു കാരണം കൊണ്ട് വരുന്ന ആ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് 3 ഡിഗ്രീസ് ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മോളിക്യൂൾ നമുക്ക് എക്സ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ വൈയിലോ അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിലോ മൂവ് ആകാം അല്ലെ. ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ളതാണ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത്, നമുക്ക് അറിയുന്നതാണ് അല്ലെ, എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ. അപ്പൊ ഈ മൂന്നിൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ the center of the mass of a particles move from its initial position to a new position. അപ്പൊ ആ ഒരു മാസ്, ആ ഒരു പാർട്ടിക്കിളിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇനിഷ്യൽ പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനിൽ നിന്നും പുതിയൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ആ പാർട്ടിക്കിളിന് ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ ആണുള്ളത്. ഏതൊക്കെ, എക്സ് ആക്സിസിലാകാം, വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലും നമുക്കൊരു ട്രാൻസ്ലേഷൻ മോഷൻ ആണ് ആ ഒരു പാർട്ടിക്കിളിന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ലേഷൻ മോഷൻ ഓഫ് ദ മോളിക്യൂൾ ഗ്യാസ് എന്ന് പറയുന്നത് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എല്ലാ ഗ്യാസ് മോളിക്യൂൾസിനും ആപ്ലിക്കബിൾ ആണ്. അതിപ്പോ മോണോആറ്റോമിക് ആണെങ്കിലും ഡയാറ്റോമിക് ആണെങ്കിലും പോളിആറ്റോമിക് ആണെങ്കിലും ഏത് മോളിക്യൂൾസിനും ഏത് ഗ്യാസ് മോളിക്യൂൾസിനും നമുക്കത് ആപ്ലിക്കബിൾ ആണ്. ഏത്, ഈ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഏത് മോളിക്യൂൾസും മൂവ് ഫ്രീലി ആണ്, ഓൾ ഡയറക്ഷൻസിലും അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ എല്ലാ ഡയറക്ഷനിലും അത് ഫ്രീ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അടുത്തതാണ് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താണ് റൊട്ടേഷണൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് വരുന്ന ഒരു റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാരണം ഉണ്ടാകുന്ന ആ ഒരു മോളിക്യൂളിൽ ഉണ്ടാകുന്ന റൊട്ടേഷൻ ആണ് ആ ഒരു ഡിഫറെന്റ് ആക്സസിൽ. ഓക്കെ, അതായത് നമ്പർ ഓഫ് ആറ്റംസോ അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചറോ ഇതിനൊക്കെ ഡിപ്പെൻഡബിൾ ആണ് ഈ പറയുന്ന റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെന്റ് ആക്സസിൽ നമുക്ക് ഈ ഒരു റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാരണം ഉണ്ടാകുന്ന ആ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെയാണ് നമ്മൾ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ഡിഫറെന്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ പ്രസന്റ്. അപ്പൊ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, നമുക്ക് ആ പ്രസന്റിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്ന മാക്സിമം നമ്പർ ഓഫ് ഡിപ്പെൻഡ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു മോളിക്യൂളിന്റെ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന യുണീക് പേസ് ഓഫ് മോളിക്യൂൾ may rotate in space about its center of the mass within change in the molecule's orientation. For example പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു എക്സ് ആക്സിസിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത് അല്ലെ. സപ്പോസ് അടുത്തത് വൈ ഡയറക്ഷനിലാണെങ്കിൽ എനിക്ക് വരുന്നത് ഈ ഒരു റൊട്ടേഷനിലാണ് വരുന്നത് അല്ലെ. ദെൻ തേർഡ് ഇസഡ് ഡയറക്ഷൻ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് റൊട്ടേഷണൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. ഇതാണ് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് മോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു മോണോആറ്റം ഇവിടെ നമുക്ക് ഡിഫറെന്റ് ആയിരിക്കും. ട്രാൻസ്ലേഷനിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഗ്യാസസിനും ആപ്ലിക്കബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ നോക്കൂ, ഒരു മോണോആറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിൽ അതല്ലെങ്കിൽ ഒരു നോബിൾ ഗ്യാസ് ആണ് നമുക്ക് മോണോആറ്റോമിക് വരുന്നത്. ഇവിടെ നമുക്ക് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നില്ല. ഓക്കെ, കാരണം എന്താണ്, ദ സെന്റർ ഓഫ് ദ മാസ് സിറ്റ്സ് ഡയറക്ട്ലി ഓൺ ദ ആറ്റം അല്ലെ. കാരണം ഒരു ആറ്റമേ ഉള്ളൂ നമുക്ക്, അതിന്റെ സെന്റർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ആറ്റത്തിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റൊട്ടേഷൻ അല്ലെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഒരു റൊട്ടേഷൻ നമുക്ക് അവിടെ പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോൺ ലീനിയർ മോളിക്യൂൾസിന് നമുക്ക് 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. ഓക്കെ, എന്നാൽ ലീനിയർ മോളിക്യൂൾസിന് നമുക്ക് 2 അല്ലെങ്കിൽ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും നോൺ ലീനിയർ മോളിക്യൂൾസിന് 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, എന്നാൽ മോണോആറ്റോമിക്കിൽ നമുക്ക് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, തേർഡ് ടൈപ്പ് ആണ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആറ്റംസ് ഓഫ് മോളിക്യൂൾസ് ക്യാൻ ഓൾസോ വൈബ്രേറ്റ് അല്ലെ. വൈബ്രേഷൻസ് നമുക്ക് ഇങ്ങനെ വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ വൈബ്രേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആറ്റംസ്, ഒരു മോളിക്യൂളിലുള്ള ആറ്റംസുകൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന് ചെറിയൊരു രീതിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഏത്, ഈ ഒരു വൈബ്രേഷൻസ്. ഓക്കെ,
അപ്പൊ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഓഫ് ഡിഗ്രീസ് ഫ്രീഡം അല്ലെങ്കിൽ വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിന്റെ എന്ന് പറയുന്നത് അതിന്റെ എത്രത്തോളം യുണീക് വേസിൽ ആറ്റം എന്ന് പറയുന്നത് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വൈബ്രേഷൻ അനുസരിച്ച് അല്ലെ, ആ ഒരു വൈബ്രേഷൻ അനുസരിച്ച് എത്രത്തോളം പൊസിഷൻസിൽ ചേഞ്ചസ് വന്നിരിക്കുന്നുണ്ടോ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. ഓക്കെ, അതായത് എത്രത്തോളം ആ ഒരു ബോണ്ടുകൾ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ബെൻഡ് ആയിട്ടുണ്ടോ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റത്തിന് മെയിൻ ആയിട്ട് ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു ഡയാറ്റോമിക് മോളിക്യൂൾസിന് മാത്രമാണ് ഈ പറയുന്ന ഒരു വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വൈബ്രേഷൻ സ്പീഡ്, ആ ഒരു വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ വൈബ്രേഷണൽ മോഷനിൽ മോളിക്യൂളുകളുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഒരു സ്പ്രിംഗ് ആയിട്ടായിരിക്കും. കാരണം നമുക്ക് ഒരു സിംപ്ലിക് ഹാർമോണിക് മോഷൻ ആയിരിക്കും. കാരണം വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ചെറിയൊരു മൂവ്മെന്റ്സ് അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മോഷൻ, ആ ഒരു ബോണ്ടുകൾ തമ്മിലുണ്ടാകുന്ന മോളിക്യൂൾസിൽ ഉണ്ടാകുന്ന ബോണ്ടുകൾ തമ്മിൽ നമുക്കൊരു സ്പ്രിംഗ് ലൈക്ക് മൂവ്മെന്റ്സ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് 3 ടൈപ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ മോണോ ആറ്റോമിക് ആണ്, ഡയാറ്റോമിക് ആണെങ്കിൽ ഇങ്ങനെയാണ്, പോളി ആറ്റോമിക് ആണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു. അപ്പൊ എന്താണ് മോണോ ആറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ? ഒരു മോണോ ആറ്റോമിക് ഗ്യാസ് എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കും. എല്ലാ ഡയറക്ഷനും, ഒരു സ്പേസിലുള്ള എല്ലാ ഡയറക്ഷനിലും നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഹിയർ ഓൺലി 1 ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് ആ ഒരു മോളിക്യൂളിന്റെ സെന്ററിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഇതാണ് മോണോ ആറ്റോമിക് ഗ്യാസ് എന്ന് പറയുന്നത്. എന്നാൽ ഡയാറ്റോമിക് ഗ്യാസസ് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡയാറ്റോമിക് ഗ്യാസസിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് വരുന്നത്? 2 വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ആറ്റംസ് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ബോണ്ടില് 2 ആറ്റംസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 2 ആക്സിസ് ഓഫ് റൊട്ടേഷൻസ് ആണ് വരുന്നത്. ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് അതിന്റെ സെന്ററിലൂടെ പോവുകയും അടുത്തത് എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ ബോണ്ടിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മോണാറ്റോമിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആറ്റം ആയിരിക്കും. ഇവിടെ നമുക്ക് 2 ആറ്റം, അവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു സെന്റർ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് ഒരു ആക്സിസ് എന്ന് പറയുന്നത് സെന്ററിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ആ ഒരു ബോണ്ടിന്റെ മിഡിലൂടെ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് പാസസ് എന്താണ്, രണ്ടും സെന്ററിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ റൊട്ടേഷണൽ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ലെസ് ആയിരിക്കും, കാരണം നമുക്ക് ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇതാണ് ഡയാറ്റോമിക് ഗ്യാസസിൽ. പോളി ആറ്റോമിക് ഗ്യാസ് അതായത് 3 അല്ലെങ്കിൽ അതിലധികം ആറ്റംസ് വരാം അല്ലെ. ഇവിടെ നമുക്ക് 2 പോസിബിൾ ആണ് വരുന്നത്. ആ ഒരു സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂളിനെ ബേസ് ചെയ്ത് നമുക്ക് 2 എണ്ണാണ് വരുന്നത്. ഒന്ന് ലീനിയർ പോളി ആറ്റോമിക് ഗ്യാസ് ആണ് വരുന്നത്. ഓക്കെ, ലീനിയർ പോളി ആറ്റോമിക് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നുണ്ട്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. അത് ഡയാറ്റോമിക്കിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് അവിടെ ലീനിയർ പോളി ആറ്റോമിക് ഗ്യാസസിൽ വരുന്നത്. എന്നാൽ നോൺ ലീനിയർ പോളി ആറ്റോമിക് ഗ്യാസസിൽ നമുക്ക് എങ്ങനെയായിരിക്കും? ഇവിടെ ട്രാൻസ്ലേഷൻ എനർജി ആ ഒരു റിമൈൻസ് സെയിം ആയിരിക്കും, പക്ഷെ റൊട്ടേഷണൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ 2 ആക്സിസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ലീനിയർ ഷേപ്പ് മോളിക്യൂളിനെ ബേസ് ചെയ്യുമ്പോൾ സെയിം ആയിരിക്കും, പക്ഷെ ഒരു ആക്സിസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നോൺ ലീനിയർ പോളി ആറ്റോമിക് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തതാണ് നമുക്ക് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡെറിവേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇക്വിപാർട്ടീഷൻ തിയറം എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്തിനെ റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറും അതിന്റെ ആവറേജ് എനർജിയും തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് തരുന്നതാണ് ഈ ഒരു ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ എന്നുള്ള രീതിയിലും കൂടി പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഒറിജിനൽ ഐഡിയ ഓഫ് ഇക്വിപാർട്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ തെർമൽ ഇക്വിലിബ്രിയം, അതായത് എനർജി എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന വേരിയസ് ഫോംസിൽ ഈക്വലി ഷെയറിംഗ് ആണ്. ഒരു ആവറേജ് കൈനറ്റിക് എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത് അതിന്റെ റൊട്ടേഷണൽ മോഷനും കൂടി ഷെയറിംഗ് ആണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഒറിജിനൽ ഐഡിയ എന്താണ്? അതിനുണ്ടാവുന്ന ആ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു മോളിക്യൂളിന്റെ എനർജി എന്ന് പറയുന്നത് ഈക്വലി ഷെയറിംഗ് ആണ്. എല്ലാ ഫോമുകൾക്കും അതിന്റെ വേരിയസ് ഫോമുകളിലേക്ക് ഈക്വലി ഷെയറിംഗ് ആണ്. അതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിന്റെ ആവറേജ് എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ kT അതല്ലെങ്കിൽ ½ RT per molecules associated ആണ് ഇതിൽ വരുന്നത് അല്ലെ. ഇപ്പൊ K എന്ന് പറയുന്നത് എന്താണ്? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇതിന് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു എനർജി ഓഫ് ദിസ് എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അതിന്റെ കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ വരുന്നുണ്ട്.
നോക്കൂ, 1 ട്രാൻസ്ലേഷൻ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താണ്? ഹാഫ് കെ ടി അതല്ലെങ്കിൽ ഹാഫ് ആർ ടി ആണ്. ഓക്കെ, 1 റൊട്ടേഷനിലാണെങ്കിലും സെയിം ഹാഫ് കെ ടി അതല്ലെങ്കിൽ ഹാഫ് ആർ ടി ആണ്. എന്നാൽ 1 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ കെ ടി അതല്ലെങ്കിൽ ആർ ടി. കാരണം വൈബ്രേഷണൽ മോഷനിൽ നമുക്ക് 2 ആറ്റംസ് ആണ് ഓസിലേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ഓഫ് ദ വൈബ്രേഷൻ എന്ന് പറയുന്നത് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈബ്രേഷൻ ആ ഒരു അസോസിയേഷനിൽ വരുന്ന എനർജി എന്ന് പറയുമ്പോൾ 2 into ഹാഫ് കെ ടി ആണ്. അപ്പൊ 2 ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് എനിക്ക് ഹാഫ് കെ ടി ക്യാൻസൽ ആവും. അപ്പൊ കെ ടി അതല്ലെങ്കിൽ ആർ ടി വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ആ ഒരു ഇക്വിപാർട്ടീഷൻ ലോ എന്ന് പറയുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ടോപ്പിക് ആണ് സ്പെസിഫിക് ഹീറ്റും അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് അല്ലെ. നമ്മൾ എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ amount of heat required to raise the temperature of the 1 gram of substance by 1 degree Celsius. 1 gram സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റേസ് ചെയ്യാൻ ആവശ്യമായ ആ ഒരു amount of ഹീറ്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മെഷർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് കലോറീസ് അല്ലെങ്കിൽ ജൂൾസ് പെർ ഗ്രാം അതല്ലെങ്കിൽ സെൽഷ്യസ് പെർ ഡിഗ്രി ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത് എവിടെയൊക്കെയാണ് നമ്മൾ ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നത് നോക്കിയെങ്കിൽ നമ്മൾ ടീ കോഫി അല്ലെ നമ്മൾ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുക്കിംഗ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ റൈസ് ഇതൊക്കെ നമ്മളൊരു ലോ സ്പെസിഫിക് ഹീറ്റ് മെറ്റീരിയൽസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ പോളിഷ്ഡ് ബോട്ടം ആയിരിക്കും. അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് പോളിഷ്ഡ് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് നമുക്ക് ഹീറ്റ് പെട്ടെന്ന് ഫാസ്റ്റ് ആകും. അതായത് കോപ്പർ, അലുമിനിയം ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് ഹീറ്റ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസുലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വുഡ് അതായത് എക്സാമ്പിൾ ഓഫ് ഹൈ സ്പെസിഫിക് ഹീറ്റ് ആണ് നമുക്ക് വരുന്നത്. ഡ്യൂറിങ് സമ്മറിൽ വുഡൻ ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ എപ്പോഴും ഒരു തണുപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ബിൽഡേഴ്സ് എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ ആൻഡ് ആൾട്ടിറ്റ്യൂഡ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സമ്മറിലൊക്കെ നമുക്കൊരു കൂൾ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഹെവി വിന്റർ ആകുമ്പോൾ നമുക്കൊരു ഹീറ്റ് അല്ലെങ്കിൽ വാമർ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ഈ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളും അല്ലെ സ്പെസിഫിക് ഹീറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്കൊരു തെർമൽ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് വീഡിയോയിൽ അതായത് യൂണിറ്റ് 9 ബിഹേവിയർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞതിലുള്ള ലാസ്റ്റ് വീഡിയോ ആണ്, 3ാമത്തെ വീഡിയോ ആണ് നമ്മുടേത്. ഇതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കിയത്? RMS സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് നോക്കി, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കി, അതേപോലെ തന്നെ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.